Good morning, Devi. No, you are sleepy morning. Mr. Madian, ഞാൻ നിന്റെ കള്ളത്തരം കണ്ടുപിടിച്ചു. കുറച്ചൊരു കിടന്നുറങ്ങിക്കോ. ബെഡ് കോഫി തരാൻ ഞാൻ ഗോപിയോട് പറയാം. ഏയ്, ഞാൻ ജസ്റ്റ് ഇപ്പൊ ഇരുന്നതേ ഉള്ളൂ. ഞാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. ഓ, ഒന്ന് റിലാക്സ് ചെയ്യാൻ ബ്രേക്ക് എടുത്തതാ. ഓ ശരി, ഞാൻ വിശ്വസിച്ചു. ഹലോ, ജോയിന് സാൻഡ്രോ ഇല്ലു. വരും, നമുക്കിറങ്ങാം. സാന്ദ്ര ജോയിൻ ചെയ്യാന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കമോൺ. ഗുഡ് മോർണിംഗ് ബാലമാമ. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഗുഡ് മോർണിംഗ് സർ. സോറി അങ്കിൾ, ഇതൊട്ടും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ കാൻ ഡു ദിസ്. അതെന്താ പറ്റാത്തേ? നിനക്ക് അവളോട് പ്രേമം തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോ അല്ലേ? അല്ല, അവളുടെ അച്ഛനൊക്കെ വന്ന് കണ്ട് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്ന അവസ്ഥയിൽ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും. അങ്കിൾ പ്ലീസ്, ഐ എം സോറി. ശ്രീലക്ഷ്മി പാവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവളെ ഇരയാക്കി രവിവർമ്മൻ സാറിനെ വേട്ടയാടുന്നത് ശരിയല്ല. സ്ത്രീകളെ നടുക്ക് നിർത്തിയുള്ള കളി ബോറാണ്. ഓ, സിമ്പതി മനസ്സിലായി എനിക്ക്. എന്നാലേ ഈ തൊഴിലിൽ ആ വാക്കിന് അർത്ഥമില്ല. ഇന്നിവിടെ രവിയുടെ സാമ്രാജ്യം തകർക്കാൻ അവൾ മാത്രമാണ് പറ്റിയ ആയുധം. നീ ചരിത്രവും പുരാണവും പരിശോധിക്ക്. രാമായണവും മഹാഭാരതവും സൃഷ്ടിക്കപ്പെട്ടത് തന്നെ പെണ്ണ് കാരണമാണ്. ആ ഇതിഹാസങ്ങളിൽ ധീരന്മാരുടെ പരാജയത്തിന് പിന്നിൽ പെണ്ണിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇവിടെയും രവിയെ തളയ്ക്കാൻ ആ പെൺകുട്ടിയെ വേണം നമുക്ക്. അവളാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന തുറുപ്പുകുലാൻ. ബട്ട് അങ്കിൾ, ശ്രീലക്ഷ്മി ഈസ് ഇന്നസെന്റ്. ഞാനും ഇന്നസെന്റ് ആണടാ. ശ്രീ, ഇനി 2 എക്സാം കൂടി കഴിഞ്ഞാ നമ്മുടെ കോളേജ് ലൈഫ് കഴിയും. നിനക്കാണെങ്കിൽ ജോലിയുണ്ട്. ഞാനിനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു. എന്താടി, നീ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? കേൾക്കാത്തല്ല കൃഷ്ണ, എനിക്കെപ്പോഴും ഇന്നലെ കണ്ട സ്വപ്നത്തിന്റെ ഓർമ്മയാ. ഹോ, ഇപ്പോഴും എനിക്കതിന്റെ നെഞ്ചടിപ്പ് മാറിയിട്ടില്ല. ഒന്ന് പോടി. അവളുടെ ഒരു വിചിത്രമായ സ്വപ്നം. വേറെ എന്തെല്ലാം നല്ല സ്വപ്നങ്ങൾ കാണാൻ പറ്റും? പ്രത്യേകിച്ച് നിനക്ക്. പ്രേമിക്കുന്ന കാലത്താ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നത്. അതറിയോ നിനക്ക്? ഓക്കെ ഓക്കെ മാഡം. നന്ദൻ,
ഞാൻ വിളിച്ചത് ആർ യു ഫ്രീ ടു ടോക്ക് നൗ? യെസ് മാം, ഫ്രീ ആണ്. ഓക്കെ ദെൻ നന്ദൻ ഇരിക്കെ. വർഷ. യെസ് മാഡം. ബൈ ദ ബൈ, ഞാൻ വളച്ചുകിട്ടില്ലാതെ നേരെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ശ്രീലക്ഷ്മിയുടെ അച്ഛനല്ലേ മിസ്റ്റർ സുദർശൻ, അദ്ദേഹം എന്നെ കാണാൻ വീട്ടിലേക്ക് വന്നിരുന്നു. ഹി വോണ്ട്സ് ടു ഡിസ്കസ് സംതിങ് സീരിയസ് അബൌട്ട് ഹർ. നന്ദന് ഗുണമുള്ള കാര്യമാണ്, ഒപ്പം നന്ദന്റെ ജോലി ഈസിയാവും. കാര്യം എന്താണെന്ന് മനസ്സിലായോ? ഇല്ല, മാഡം പറഞ്ഞാ മതി. പറയാം. നന്ദനൊരു മാരേജ് പ്രപ്പോസൽ. പെൺകുട്ടി ആരാണെന്നറിയാലോ? അദ്ദേഹത്തിന്റെ മകൾ നമ്മുടെ ശ്രീലക്ഷ്മി തന്നെ. പറഞ്ഞാൽ പറഞ്ഞത് തന്നെ. ഇടയ്ക്കൊരുപാട് ആശങ്കകളുണ്ടായിരുന്നു, എന്നാ ഇപ്പൊ എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല. ഐ ആം ഡെസ്പറേറ്റ്ലി ഇൻ ലവ് വിത്ത് ശ്രീലക്ഷ്മി ആൻഡ് ഐ വോണ്ട് ടു പ്രപ്പോസ് ഹർ. കൊള്ളാം, ഇതാണ് അതിന് പറ്റിയ സമയം. ഒന്നുകൂടെ നീ ആലോചിച്ച് നോക്ക്. നീ ഇപ്പൊ അവളോട് പറയേണ്ടത് പ്രേമത്തെ പറ്റിയാണോ അതോ ഗൗരിദാസിനെ പറ്റിയോ? കമോൺ, നീ വെറുതെ കാര്യങ്ങൾ കൂട്ടിക്കൊഴിക്കരുത്. ഗൗരിദാസിനെ ഹാൻഡിൽ ചെയ്യാൻ ഇവിടെ നീയുണ്ടല്ലോ, അത് തന്നെ ധാരാളമാണ്. എലിയെ കൊല്ലാൻ ഇല്ലം ചുടേണ്ട കാര്യമില്ല. പഴയൊരു ചൊല്ല, ഓർമ്മ കാണും നിനക്കത്. എക്സ്ക്യൂസ് മീ സർ, മേ ഐ കം ഇൻ? എന്താണ് നിനക്ക് വേണ്ടത്? ഡോറ് നോക്ക് ചെയ്തിട്ട് അകത്തേക്ക് വരാവൂന്ന് നിനക്കറിയില്ലേ? അല്ലാതെ അകത്തേക്ക് കയറി വന്നിട്ടാണോ മേ കമിൻ എന്ന് ചോദിക്കുക? ഐ എം സോറി സർ, ആക്ച്വലി ഞാൻ... മതി, പോയി നിന്റെ ജോലി ഓ ഇറങ്ങി പോവാൻ. അതെ അമ്മേ, ഈ മുല്ലച്ചെടി ഇപ്പോ നമ്മുടെ കുടുംബത്തിലെ അംഗം തന്നെയാണ്. ഈ രവിചന്ദ്രവർമ്മൻ ക്ഷണിച്ചു വരുത്തിയ മണങ്ങളുടെ രാജകുമാരി, പരിശുദ്ധിയുടെ മാലകക്കുഞ്ഞ്. എന്റെ അമ്മേ, മതി മതി, നിറഞ്ഞു. ചെടിയെ പരിപാലിച്ചു കഴിഞ്ഞെങ്കിൽ കവി രവിചന്ദ്രവർമ്മനെ താഴേക്ക് വരാം. അവിടെ ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ശരി അമ്മേ. ഹലോ ഹലോ രാജാറാംബായി, എവിടെയാണിത്? അറിയുന്നുണ്ടോ വിശേഷങ്ങൾ വല്ലതും? എന്ത് വിശേഷം? പറയാം. നീ ഏർപ്പാടാക്കിയില്ലേ ആ സെക്യൂരിറ്റിക്കാരൻ? നമ്മുടെ പെൺകൊച്ചിന് സമാധാനമായിട്ട് പഠിക്കാൻ പോലും അനുവദിക്കുന്നില്ല അവിടെ. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇടപെടേണ്ടി വന്നു എനിക്ക്. ഇടപെടാനോ? വാട്ട് യു മീൻ? മീനും ഇറച്ചിയൊന്നുമല്ല. എടാ രാജാറാമേ, നീ എന്തൊക്കെ ചെയ്താലും ഞാൻ എന്റെ ലക്ഷ്യത്തിലെത്തിയിരിക്കുമെന്ന് ഉറപ്പാ. വെറും വാക്ക് പറയുന്നതല്ല. സംശയമുണ്ടെങ്കിൽ നീ നിന്റെ സെക്യൂരിറ്റി ഒന്ന് വിളിച്ചു നോക്ക്. അവരിൽ ഒരുത്തിനെ ഞാൻ ചെറുതായിട്ടൊന്ന് നോവിച്ചിട്ടുണ്ട്. നിന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ. ചേടാ, ഇതിപ്പോ ഞാനാണ് അവരെ പറഞ്ഞു വിട്ടത്. അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോ മടങ്ങിപ്പോയി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യേണ്ടതെല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. എനിക്ക് നിങ്ങളെയാ സംശയം. നിങ്ങളെ രവിവർമ്മ സാറിന് ഫോൺ വിളിച്ച് പറഞ്ഞു കാണും അവരെ മടക്കി വിളിക്കാൻ.
ഇത് സരോജം, മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളാണ് നീ പറയണത്. ഇതേ മോള്, അവര് നിന്റെ അമ്മയെ പേടിച്ച് സ്ഥലം വിട്ടതാ, അല്ലാതെ വേറൊന്നുമല്ല. ആ ദേ കാപ്പി റെഡി. നിങ്ങളുടെ തുണിയും കിണിയൊക്കെ എടുത്തോണ്ട് കളഞ്ഞേ. ആ മോളെ, നീ ആ നന്ദനോട് ഇതുവരെ ഒന്ന് വരാൻ പറയണേ. അവനെ കണ്ടിട്ട് ഒരുപാട് നാളായി. അമ്മയ്ക്ക് എന്തിനിപ്പോ നന്ദൻ അത്യാവശ്യമായിട്ട് കണ്ടിട്ട്? വെറുതെ നിന്നെ കെട്ടിക്കോളൂന്ന് ചോദിക്കാൻ. അമ്മേ, പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താ മതി. അവളുടെ ഓരോരോ ചോദ്യങ്ങളെ. നീയല്ലേ കാപ്പി വേണമെന്നും പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കിയത്. കൊണ്ടുവച്ചപ്പോ ഇപ്പൊ എന്താ കഴിക്കാത്ത? ഇപ്പൊ എത്തിയുള്ളൂ. താനിപ്പോ എന്റെ കാര്യം ആലോചിച്ച് വിഷമിക്കണ്ട. എക്സാമിൽ ശ്രദ്ധിക്കാൻ നോക്ക്. ശരി സർ, താങ്ക് യു. സാർ എന്നോട് ഈ കാണിക്കുന്ന കെയറിങ്ങിനും വിശ്വാസത്തിനും ഞാൻ സാറിനൊരു സർപ്രൈസ് തരുന്നുണ്ട് ഇന്ന് തന്നെ. സർപ്രൈസ്? എന്ത് സർപ്രൈസ്? സർപ്രൈസ് എന്താന്ന് തുറന്നു പറഞ്ഞാ പിന്നെ എന്റെ സർപ്രൈസാ സർ. ഇതൊരു സർപ്രൈസ്. തൽക്കാലം സാർ അത്ര അറിഞ്ഞാ മതി. ശരി ശരി, ആയിക്കോട്ടെ. നൗ ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ്. ഓൾ ദി ബെസ്റ്റ്. ശരി സർ, ബൈ. ടേക്ക് കെയർ. യു ടു. ബൈ. ഇപ്പോ ചുമ മാറുന്ന മെഡിസിൻ കിട്ടിയില്ലേ? ഇനി വേറെ ടാബ്ലറ്റ് വാങ്ങണ്ടല്ലോ. തമാശ പറയുമ്പോഴെങ്കിലും അല്പം ഗൗരവം കുറയ്ക്കണം. എന്നാലേ ബാക്കിയുള്ളവർക്ക് ചിരിക്കാൻ പറ്റും. അയ്യോ കഷ്ടം. ശരി, അപ്പൊ വേറൊന്നും ചോദിക്കാനും പറയാനുമില്ലല്ലോ. ഞാൻ ഫോൺ കട്ട് ചെയ്യാം. ആരോ ഫോണില്? ആരോ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ശ്രീലക്ഷ്മി അല്ലേ അത്? ആ ചോദ്യം മനസ്സിലായില്ല. ശ്രീലക്ഷ്മി ആയിരുന്നെങ്കിൽ ഫോൺ നിന്റെ തരില്ലായിരുന്നു ഞാൻ. ഇല്ല, നീ തരില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. ഫോൺ കട്ട് ചെയ്തിട്ട് കോൾ ലിസ്റ്റിൽ നിന്ന് നീ അവളുടെ പേര് വരെ ഡിലീറ്റ് ചെയ്യും. നീ ആരാ മോൻ? കാണുന്നതല്ലേ കുറെ കാലമായിട്ട്. ഓ ആയിക്കോട്ടെ, കണ്ടതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. അതങ്ങ് ആലോചിച്ചാ മതി. അറിയാം, പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാള്, ഉദാഹരണത്തിന് അച്ഛന് സുഖമില്ലാതായ നോക്കാനും ശുശ്രൂഷിക്കാനും നമ്മൾ പോവും. വേണ്ടപ്പെട്ടവരാണെങ്കിൽ പോവും. അതിന് നിന്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ഛന് കുഴപ്പമില്ല. കുഴപ്പമുള്ളത് രവിവർമ്മൻ സാറിനാ. രവിവർമ്മ സാറിനോ? അതെ അമ്മ, രവിവർമ്മൻ സാറിന് സുഖമില്ല. നല്ല ചുമയും ജലദോഷം. അതൊന്നും വകവെക്കാതെ സാറ് ജോലി ചെയ്തോണ്ടിരിക്കുക. ഞാൻ ഒന്ന് ഓഫീസ് വരെ പോയി നോക്കിട്ട് വന്നോട്ടെ. ഈ സമയത്തോ? അതെന്തിനാ? അമ്മയല്ലേ പറഞ്ഞത് നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ പോവാന്ന്. എനിക്ക് പോയി സാറിന് അല്പം ചുക്കാപ്പി ഇട്ട് കൊടുത്തിട്ട് വരണമെന്നുണ്ട്, പ്ലീസ്. അതിന് നീ എന്തിനടി പോന്നേ? ഫോണിൽ പറഞ്ഞ പോരെ? അവിടെ ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ ആൾക്കാരുണ്ടാവുമല്ലോ. അയ്യോ, ഫോണിലൊന്നും പറഞ്ഞു കൊടുത്താൽ ശരിയാവില്ല അമ്മേ. പിന്നെ ഡ്യൂട്ടി സമയം കഴിഞ്ഞില്ലേ, പ്യൂണൊക്കെ പോയിട്ടുണ്ടാവും. മാത്രല്ല ഞാൻ നേരിട്ട് ചെല്ലുമ്പോ സാറിന് കൂടുതൽ സന്തോഷാവും. അതുകൊണ്ട് അതിപ്പോ നീ ഒറ്റയ്ക്ക് പോയാല് നിന്റെ അച്ഛനെ വന്നിട്ടുമില്ല. എന്റെ അമ്മേ, രവി സാർ എന്റെ പഠിത്തത്തിന്റെ കാര്യത്തിനും ജോലിയുടെ കാര്യത്തിലും എന്തെല്ലാം സഹായങ്ങൾ ചെയ്തെന്ന മനുഷ്യനാ. ഇന്ന് വരെ ഒരു ചെറുവിരൽ കൊണ്ടെങ്കിലും നമ്മൾ തിരിച്ചു സഹായിച്ചിട്ടുണ്ടോ? അപ്പൊ ഇതുപോലുള്ളൊരു സമയത്ത് നമ്മൾ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ മോശമല്ലമ്മേ. ഞാൻ പെട്ടെന്ന് പോയിട്ട് വേഗം വരാം. അല്ലടി, അതിപ്പോ നിന്റെ അച്ഛൻ വന്നിട്ട് എന്തു പറയുമെന്ന് ഓർക്കുമ്പോഴാ ഒരു പ്രശ്നം. ആദ്യം അമ്മ ചുക്കാപ്പി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് പറ. നില്ല് ഞാൻ എടുത്തുതരാം. ഇത് ചുക്ക്, ഇത് കുരുമുളക്, ഇത് കാപ്പപ്പൊടി.
കരിപ്പോട്ടി. പിന്നെ ഈ ടിന്നൊക്കെ കളയാതെ മടക്കി കൊണ്ടുവരണം, മനസ്സിലായോ? ഇവിടുന്ന് പരിചയമുള്ള ആരുടെങ്കിലും ഓട്ടോ പിടിച്ചു വേണം പോകാൻ. പോയി ഷോൾ എടുത്തിട്ടുണ്ട് വാടി. ഈ കാശ് പിടിക്കേ. ശരി അമ്മ, ഞാൻ പോയിട്ട് വരാം. വേഗം വരാട്ടോ. എന്റെ ദേവി, ഒരു നല്ല കാര്യത്തിന് പോകുന്നതാ, കുഴപ്പമൊന്നും വരുത്തരുതേ. ഓ, അങ്ങേര് വരുന്നതിന് മുന്നേ ഇവളിങ്ങ് തിരിച്ചെത്തിയാൽ മതിയായിരുന്നു. നജീബ് മാഡം, താൻ എവിടെയായിരുന്നു? ഞാൻ സ്റ്റോർ റൂമിലുണ്ടായിരുന്നു മാഡം. പുതിയ സ്റ്റേഷനറി സ്റ്റോക്ക് വന്നു. നമ്മുടെ രവിവർമ്മൻ സാറിന് തീരെ സുഖമില്ല. നല്ലൊരു കോഫി ഉണ്ടാക്കി കൊടുക്കണം താൻ. ഞാൻ ഗുളിക വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. ശരി മാഡം. എന്തായി ചെയ്യുന്നേ? സ്റ്റാഫുകളെല്ലാം പോയിട്ടും ചായ ഇടുവാണോ ഇവിടെ? രവി സാറിന് നല്ല സുഖമല്ല, ചുമയാ. കുറച്ച് കോഫി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. കറക്റ്റ്. വെറും കോഫിയല്ല, നല്ല ചുക്ക് കാപ്പിയാണ് ബെസ്റ്റ്. അങ്ങോട്ട് മാറും. ഇന്നീ കാപ്പിക്കട നടത്താൻ പോകുന്നത് ശ്രീലക്ഷ്മിയാ. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്ര ഇത്. സാറിന് ചുമയും ജലദോഷം വന്നതാ ഇതിന് കാരണം. അല്ലെങ്കിൽ ഞാനിപ്പോ സാറിനെ കാണാൻ വരുമായിരുന്നില്ല, അല്ലേ സർ? അതെ, ഏതായാലും തന്റെ വരവ് നന്നായി. എന്റെ ചുമ നിന്നല്ലോ. ഇതിന് ബട്ടർഫ്ലൈ എഫക്ട് എന്നാ പറയുന്നത്. അതെന്താ സർ ഈ ബട്ടർഫ്ലൈ എഫക്ട്? ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു ചിത്രശലഭം ചിറകടിച്ചാൽ മറ്റൊരു കോണിൽ ഭൂകമ്പമുണ്ടാവുന്ന സയൻസിൽ ഒരു പറച്ചിലുണ്ട്. ഒരുതരം ബാലൻസിംഗ് ആക്ട്. അതുപോലെ നമ്മളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നവരെ കാണാൻ നമ്മൾ ആഗ്രഹിച്ചാൽ അത് ഉറപ്പായിട്ടും നടന്നിരിക്കുമെന്ന് ചുരുക്കം. അത് സത്യമാണ് സർ. ഞാൻ സാറിനെ കാണാൻ എന്തുമാത്രം കൊതിച്ചിരിക്കായിരുന്നു എന്നറിയോ? അപ്പോഴാ സാറിന് സുഖമില്ലെന്ന് അറിഞ്ഞത്. അങ്ങനെ നമുക്കിടയിലെ ബട്ടർഫ്ലൈ എഫക്ട് വർക്കൗട്ടായി. ഞാനിപ്പോ ദേ സാറിന്റെ തൊട്ടരികിലിരിക്കുന്നു. യെസ്, യു ആർ കറക്റ്റ്. എനിവേ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. താങ്ക് യു ശ്രീലക്ഷ്മി. താങ്ക് യു വെരി മച്ച്. അച്ഛാ, എന്താ അച്ഛാ, എന്തിനാ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്?
രവി സാറ് നല്ലൊരു മനുഷ്യനാ. പക്ഷേ ആളുകൾക്ക് എന്തോ പറയാം. അതിനെന്റെ മോളെ ഇടവരുത്തരുത്. അച്ഛാ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. ഹലോ സർ. എന്താണ് മാഡം, ഉറക്കം തൂങ്ങിയിരിക്കണോ അതോ നാളത്തെ പരീക്ഷയ്ക്കിരുന്ന് പഠിക്കുന്നോ? ഒന്നുമില്ല സർ, വെറുതെ കിടക്കായിരുന്നു. വെരി ഗുഡ്. അപ്പൊ എനിക്ക് അല്പം സ്വകാര്യമായിട്ട് സംസാരിക്കാനുള്ള ടൈമും സ്പേസും ഉണ്ട്. അതെ, നാളെ നമുക്ക് അല്പനേരം ഒന്ന് കാണണമല്ലോ. ഒരു 5-10 മിനിറ്റ് മതി. എന്താ, നടക്കോ? കുഴപ്പമൊന്നുമില്ല സർ. എന്താ കാര്യം അറിയാൻ പറ്റോ? പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല, തന്നോട് ചെറിയൊരു സംശയം ചോദിക്കാനാ. സംശയോ? അതെ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഈ മലയാളി കാമുകി കാമുകന്മാര് ആർത്തുല്ലസിക്കുന്ന ഒരു ദിവസമുണ്ട്, വാലന്റൈൻസ് ഡേ. പണ്ടൊക്കെ ഈ നാട്ടിലെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് മിണ്ടാൻ, അവരോടൊരു വാക്ക് സംസാരിക്കാൻ ബസ് സ്റ്റോപ്പിലും ലൈബ്രറിയിലും പാർക്കിലും ഇടനാഴികളിലും മണിക്കൂറുകൾ കാത്തു നിൽക്കണമായിരുന്നു. ഇന്നിപ്പോ പരസ്പരം നേരിട്ട് കാണുക പോലും ചെയ്യാതെ വിർച്വൽ മാരേജ് നടക്കുന്ന കാലം. ലോകം മാറിപ്പോയെന്ന് സാരം. സാറ് പറഞ്ഞു വരുന്നത്? ഓ, ഐ എം സോറി. കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എന്റെ ഒരു യങ് ഫ്രണ്ടിന് അവന്റെ കാമുകിക്ക് കൊടുക്കാൻ ഒരു വാലന്റൈൻസ് ഗിഫ്റ്റ് വേണം. തനിക്ക് എന്താ ഒരു സജഷൻ പറയാനുള്ളത്? ഞാൻ സജഷൻ പറയാനോ? അതെ, തനിക്കല്ലേ ഈ വാലന്റൈൻസ് ഡേ അടിച്ചുപൊളിക്കുന്ന യങ് ജനറേഷൻ. താനോ തന്റെ കൂട്ടുകാരോ ഒക്കെ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു ഐറ്റം പറഞ്ഞാൽ മതി. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ വർഷം തനിക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നിരുന്നു. തന്നെങ്കിൽ ആരെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഗിഫ്റ്റ് എന്താന്ന് പറഞ്ഞാൽ മതി. തന്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനാ. സോറി സർ, എന്നെ പോലുള്ള ഇടത്തരക്കാർക്ക് വാലന്റൈൻസ് ഡേ ഒക്കെ ഒരു ആർഭാടമാണ്, പ്രത്യേകിച്ചും എനിക്ക്. വീട്ടുകാരെ വളർത്തി പഠിപ്പിച്ച് വിവാഹം ചെയ്തയക്കും. വാലന്റൈൻസ് ഡേ പോയിട്ട് വെഡിങ് ഡേക്ക് പോലും നമുക്ക് സ്വന്തമായിട്ടൊരു ചോയ്സ് പറയാൻ പറ്റില്ല. അതാ ഞങ്ങളുടെ തലവിധി. ശ്രീലക്ഷ്മി, താനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാനവിടെ കൊണ്ടാക്കിയപ്പോ വരെ താൻ നല്ല ഉത്സാഹത്തിലായിരുന്നല്ലോ, ഇപ്പൊ എന്തുറ്റി? ഒന്നുമില്ല സർ, 2-3 ദിവസം ഉറക്കൊഴിഞ്ഞ് പഠിച്ചിട്ടാണെന്ന് തോന്നുന്നു. നല്ല ക്ഷീണമുണ്ട്. നാളെ പരീക്ഷയുള്ളതല്ലേ, നേരത്തെ എഴുന്നേൽക്കണം. ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. ശ്രീലക്ഷ്മി, എന്റെ അമ്മേ, അപ്പൊ സീൻ ഡാർക്ക് ആയല്ലോ. എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു? ഒരച്ഛൻ മകളോട് സാധാരണ പറയുന്ന തന്നെ. അച്ഛൻ പറയുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കണമെന്ന്. ദൈവമേ, അത് വല്ലാത്തൊരു കുരുക്കാണല്ലോ. അതെ, ആ കുരുക്കില് ശ്വാസം മുട്ടുക എനിക്കിപ്പോ. അച്ഛനെ എതിർത്ത് ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യില്ല ഞാൻ. എന്റെ അച്ഛനും അമ്മയും എനിക്കെന്റെ ജീവനേക്കാളും വലുതാ. പക്ഷേ അതെ, അവിടെയാണ് ഒരു പക്ഷേയുള്ളത്. അറിഞ്ഞോ അറിയാതെയോ പ്രണയത്തിൽ വീണുപോകുന്ന ഏതൊരു പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും പ്രശ്നമാണിത്. എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാ. ഇവിടിപ്പോ രവിവർമ്മൻ സാറ് നിന്നോട് ഇതുവരെ നേർക്കുനേർ നിന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതെ, നീയും അങ്ങനെ ഇടിച്ചേറി ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രപ്പോസൽ നടത്തിയിട്ടില്ല. പക്ഷെ രണ്ടുപേർക്കും അറിയാം കാര്യം എന്താന്ന്. അതിന് നേരിട്ട് പറഞ്ഞ് പരസ്പരം പുളകിതരാകാനുള്ള സന്ദർഭമാണ് വരാനിരിക്കുന്നത്. നീ വെറുതെ വെയിറ്റ്. നോക്ക്, ഈ സമയത്ത് നിനക്കോ എനിക്കോ ഒന്നും ചെയ്യാനില്ല ഇവിടെ. ഇന്ന് എക്സാം കഴിയും. പരീക്ഷ കഴിഞ്ഞിട്ട് മനസ്സിലുള്ളത് പറയാൻ രവിവർമ്മൻ സാറ് സൂചിപ്പിച്ചിട്ടുള്ളത്. കറക്റ്റ്? അതെ. അപ്പൊ നീയും അതിനായിട്ട് അല്പം പ്രിപ്പയർ ചെയ്തിരുന്നാ മതി. പരീക്ഷ കഴിഞ്ഞ് വീണ്ടും ഓഫീസിൽ പോകുന്ന ദിവസം മറ്റൊന്നും നോക്കരുത്. നേരെ രവിവർമ്മൻ സാറിന്റെ ക്യാബിനിൽ ഇടിച്ചു കയറണം. എന്നിട്ട് നേരെ കണ്ണിൽ നോക്കി സ്ട്രോങ് ആയിട്ട് ശ്വാസം പിടിച്ച് ഒറ്റ പറച്ചിലങ്ങ് പറഞ്ഞാ മതി, മിസ്റ്റർ രവിചന്ദ്രവർമ്മൻ, ഐ ലവ് യു.
അതിപ്പോ അങ്ങനെ ചോദിച്ചാ ശരി, അത്ര കൺഫ്യൂഷൻ ആണെങ്കിൽ നീ വേണ്ട, ഞാൻ പോയി പറഞ്ഞോളാം ഐ ലവ് യു സർ എന്ന്. വാട്ട്? നീ എന്താ പറഞ്ഞേ? നിന്നെ ഞാൻ ധൈര്യം ഒന്നിട്ട് പറയും. പറയടി, പറയ നീ. എന്റെ പൊന്നെ, എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി പറയാനാ ഞാൻ ഉദ്ദേശിച്ചത്. എന്നെ വിട്ടുപിടി, ഞാൻ നിരപരാധിയാ. അങ്ങനെ വഴിക്ക് വാ ചേച്ചി. പോവാ. ജീവിതം ഒരു മഹാസമുദ്രമാകുമ്പോൾ ഒറ്റപ്പെട്ട തോണിയിലെ യാത്രക്കാരാണ് നമ്മൾ. എവിടെ വെച്ച് എങ്ങനെ ഒറ്റപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്നതിൽ ഇനി അർത്ഥമില്ല. കൂടെ തുഴയാൻ ഒരു കൂട്ടുണ്ടാവുമോ എന്നതാണ് പ്രധാനം. രവിചന്ദ്രവർമ്മന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അത് അവളോട് പറയേണ്ട ദിവസമാണെന്ന്. ആ വിരലിലേക്ക് ആകാശവും ഭൂമിയും സാക്ഷി നിൽക്കുമ്പോൾ ഞാനൊരു മുദ്ര സമ്മാനമായി അണിയിക്കും. ഇന്ന് തന്നെ. ഹാപ്പി വാലന്റൈൻസ് ഡേ. രവി, നീ ഒരു സൂര്യനാണ്. അവൾ സൂര്യന് ചുറ്റും കറങ്ങുന്ന ഒരു കുഞ്ഞു ഗ്രഹം. അത്രേ ഉള്ളൂ. അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ലാതെ പോകുന്നതാ നിന്റെ പ്രശ്നവും. സോറി, നീ മനുഷ്യരെ കാണുന്ന രണ്ട് തട്ടുകൾ എന്റെ മനസ്സിലില്ല. ശ്രീലക്ഷ്മി നല്ല പെൺകുട്ടിയാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നീ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം മുഴുവൻ. സോറി, ഐ കാൻ ഹെൽപ്പ് ഇറ്റ്. നോ രവി, എനിക്ക് എന്റെ അഭിപ്രായം വളരെ ക്ലിയർ ആണ്. അവളുടെ പ്രണയം വെറും ഫേക്കാണെന്നും ഇപ്പോഴീ കാണിക്കുന്നത് മുഴുവനും നിന്നോടുള്ള വെറും ആകർഷണം മാത്രമാണെന്നും ഞാൻ പ്രൂവ് ചെയ്തുതരാം. എന്തു പറയുന്നു? 100%. ശരി, ശ്രീലക്ഷ്മിക്ക് എന്നോടുള്ള പ്രണയം ഇതുപോലെ തനി തങ്കമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അല്ല എന്ന് നീ തെളിയിച്ചാൽ ഇതും തനി തങ്കമല്ല എന്ന് ഞാൻ സമ്മതിക്കും. നീ അത് തെളിയിക്കുന്നത് വരെ ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ. കാണാം നമുക്ക്. അല്ല, ശ്രീലക്ഷ്മി മാഡം ഇതുവരെ ഒന്നും പറഞ്ഞില്ല. അല്ല സർ, സാർ ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ്? ഓഹോ, ശരി. ചില കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞാലും ചിലർക്ക് മനസ്സിലാവില്ല. കാണിച്ചു കൊടുക്കുന്നതാണ് ബെറ്റർ.
ഇപ്പൊ മനസ്സിലായോ മാഡം ആരാണ് കോട്ട തകർത്ത് രവിവർമ്മന്റെ അടുത്ത് കയറിയിരിക്കുന്നതെന്ന്? ഈ ഫോട്ടോ ഞാനെടുത്തതല്ല, രവിവർമ്മൻ സാറിന്റെ ജീവൻ എടുക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു വാടക കൊലയാളി എടുത്തതാണ്. എ പ്രൊഫഷണൽ കില്ലർ ഫ്രം മുംബൈ. മറ്റന്നാ ശമ്പളം കിട്ടില്ലേ? അത് വേണ്ട സരോജം. മോളുടെ ശമ്പളത്തിന് ഇത്തരം കാര്യങ്ങൾക്ക് പൈസ ഒന്നും ചെലവാക്കണ്ട. മോൾക്ക് വേറെ ചെലവുകൾ വരാൻ പോവല്ലേ? അതെനിക്കറിയില്ലേ. പലിശയും പലിശയുടെ പലിശ ഇട്ട് കൂട്ടണ്ടെന്ന് കരുതിയ തൽക്കാലം അവളുടെ ശമ്പളത്തിൽ നിന്ന് എടുക്കാന്ന് പറഞ്ഞത്. ആ, ഞാൻ ചായ എടുക്കാം. രാജാറാം സാർ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ ഇനി ഓഫീസിൽ പോവും? എന്നെ കാരണം രവി സാറിന്റെ ജീവൻ അപകടത്തിലാന്നാ പറയുന്നത്. ഞാൻ കാരണം എന്തെങ്കിലും സംഭവിച്ച സാറിന് എന്നോടുള്ള വിശ്വാസത്തെ ഞാൻ ദ്രോഹിക്കുന്നത്. പക്ഷെ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാവും. അച്ഛനും അമ്മയും എന്റെ ശമ്പളം കൂടെ വീട്ടു ചെലവിന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞാൻ ജോലിക്ക് പോയേ പറ്റൂ. ഈ ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി അന്വേഷിച്ച് കണ്ടെത്തണം. പക്ഷേ അവിടെ നിന്നും രവിവർമ്മൻ സാറ് കാണില്ല. സാറില്ലാത്തൊരു ഓഫീസില് എനിക്ക് എങ്ങനെ ജോലി ചെയ്യാനാവും? ഓ, ആലോചിച്ചിട്ട് തന്നെ ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വരന്മാരെ. ഒരു കാര്യം ചെയ്യാം, സാറിനൊരു കത്ത് എഴുതാം. ഇങ്ങനെ ഒരു താളപ്പിഴ എന്റെ വീട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു. എന്ന് പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ല അങ്കിൾ. പറയാം. എന്റെ മോളോട് ഞാനിതുവരെ ഒന്നും അരുതെന്ന് പറഞ്ഞിട്ടില്ല. അവൾ നന്നായിട്ട് പഠിക്കണം, ഡിഗ്രി എടുക്കണം. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാനിതുവരെ അർഹിക്കാത്തതൊന്നും എന്റെ മോൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ അവൾ കുറെ നാളായി ഏതോ മായാലോകത്താണ് ജീവിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛൻ അമ്മ എന്നതിലുപരി വേറെ എന്തിലോ അടിമപ്പെട്ടുപോയോ എന്നൊരു സംശയം. ഇതെല്ലാം അങ്കിളിന്റെ തോന്നലാ. ഒരു കാര്യം ഞാൻ അങ്കിളിന് ഉറപ്പ് തരാം, അവൾ അങ്കിളിന്റെ വാക്കിനപ്പുറം പോവില്ല. എനിക്ക് നിശ്ചയമുള്ള കാര്യം അത്. സന്തോഷം. ഏതായാലും ഞാൻ ഒന്നിനെ കുറിച്ചും അവളോട് നേരിട്ട് ചോദിക്കുന്നില്ല. നീ തന്നെ അവളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എന്നോടൊന്ന് പറയണം. ഒരു മനുഷ്യനെന്ന നിലയിൽ ഞാൻ പലപ്പോഴും തോറ്റുപോയിട്ടുണ്ട്. പക്ഷെ ഒരു ഭർത്താവായും അച്ഛനായും ഞാൻ ഒന്നിനു വേണ്ടിയും തോൽക്കാൻ തയ്യാറല്ല. തോറ്റാൽ അവിടെ തീരും ഈ സുദർശന്റെ ജീവിതം. അങ്കിൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. പ്രത്യേകിച്ച് ശ്രീയുടെ കാര്യത്തിൽ ഒരു മുൻധാരണയും വേണ്ടെന്നാ എനിക്ക് പറയാനുള്ളത്. കാരണം അന്നും ഇന്നും എന്നും അവളുടെ സൂപ്പർ ഹീറോ അങ്കിള് തന്നെയാ. അതെനിക്ക് ഉറപ്പായും പറയാൻ പറ്റും. പിന്നെ ഇപ്പോഴെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചു ദിവസം വീട്ടിൽ തന്നെ ഇരുന്നതിന്റെയും പഠിത്തത്തിന്റെയും എക്സാമിന്റെ ഒക്കെ ടെൻഷൻ ആവും. അല്ലാതെ അതിനപ്പുറം ഒന്നും ഉണ്ടാവാൻ ഇടയില്ല അങ്കിൾ. മോള് പറയുന്നത് എന്നെ ആശ്വസിപ്പിക്കാനാണെങ്കിലും സത്യമാണെങ്കിലും ഒരച്ഛന്റെ വേവലാതി ഒരിക്കലും മാറില്ല മോളെ. അമ്മേ, വണ്ടി റെഡിയായി. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കും. എനിക്കൊന്ന് അമ്പലത്തിൽ പോണം. ഞാൻ പോയിട്ട് വരാം. അയ്യോ അമ്മേ, നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ രേഖയും കൂടെ വരുമായിരുന്നല്ലോ. ഇന്ന് അമ്പലത്തിൽ പോണോന്ന് ഇന്നലെ അവള് പറഞ്ഞു കേട്ടതാ. രേഖ വേണേ സ്വന്തമായിട്ട് പോട്ടെ. ഞാൻ ഈ പോകുന്നത് ഒരു പ്രത്യേക ദർശനത്തിനാ.
ദേവി നല്ലതാണെങ്കിൽ ഞാൻ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവരും. രവിയുടെ ചെടിയിൽ വിടരുന്ന പൂക്കൾ ആ ദേവിക്ക് മാലയായി ചാർത്തിക്കളയാം. പോയി കാണട്ടെ ഞാനൊന്ന്. അമ്മയല്ലേ പോയത്? അതെ സാർ. എവിടേക്കാ പോയത്? അറിയില്ല സാർ. പിന്നെ താനൊക്കെ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? കഷ്ടം. ഹലോ. ബാലമാമ, അമ്മ എവിടേക്കാ പോയതെന്നറിയാമോ? ഇല്ലേ രാജാറാം സാറേ. പിന്നെ ഇടയ്ക്കൊരു പെൺകുട്ടിയെ കാണാൻ പോകുമെന്ന് സൂചിപ്പിച്ചിരുന്നു. രണ്ടുപേരോടായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനിനി വർമ്മൻ ഗ്രൂപ്പിലേക്ക് ജോലിക്ക് പോകുന്നില്ല. വേറെ എവിടെയെങ്കിലും ജോലി അന്വേഷിക്കുകയാണ്. അതെന്തിനാ? ഓ, കല്യാണം ആലോചിക്കുന്നുണ്ടായിരിക്കുമല്ലേ? എന്ത് കല്യാണം ആലോചിക്കുന്നോ? ഒന്നുമില്ല. ഞാനത് നിനക്ക് ഭാവിയിൽ കല്യാണം ആലോചിക്കുമ്പോ നേരം വെളുത്ത അമ്മയ്ക്ക് ഈ ഒരു ഒറ്റ കാര്യം മാത്രമേ സംസാരിക്കാനുള്ളൂ. അതിന് ഞാനെന്ത് കുഴപ്പം പറഞ്ഞു എന്നാ നീ പറയുന്നേ? അമ്മയല്ലേ ഇപ്പൊ കല്യാണ കാര്യം പറഞ്ഞത്. ഇവിടെ ഇപ്പൊ ആർക്കും അതിന് അത്യാവശ്യം? ശരി ശരി ശരി, അത്യാവശ്യമൊന്നുമില്ല, നീ അത് വിട്. ഇപ്പൊ നിനക്കെന്താണ് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല അച്ഛാ. എക്സാം കഴിഞ്ഞു, ഉടൻ റിസൾട്ട് വരും. അപ്പോ വേറെ എവിടെയെങ്കിലും ഒരു ജോലി അന്വേഷിക്കണം. ഇപ്പോഴത്തെ കമ്പനിയിൽ എന്നും ഒരുപാട് ടെൻഷൻസാ. അതുകൊണ്ട് മറ്റൊരു ഓപ്ഷൻ ഞാൻ ആലോചിക്കുന്നു, അത്രേ ഉള്ളൂ. എന്തോന്ന് സരോജ നീ രാവിലെ തന്നെ? അച്ഛനൊന്നും മിണ്ടാതിരിക്കെ. കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നത് നല്ലതല്ലാന്ന് ഞാൻ അവളോട് പറയാൻ വന്നതാ. അതിപ്പോ പറയേണ്ട കാര്യം എന്താണ്? നിർത്തി, ഞാൻ നിർത്തി. ഇനി ഈ വീട്ടിൽ ഒരക്ഷരം ഞാൻ മിണ്ടില്ല. ഞാൻ മിണ്ടുന്നതാണല്ലോ ഇവിടുത്തെ കുഴപ്പം. ശ്രീ, എന്താ നീ പറയുന്നത്? ഇനി ഓഫീസിൽ പോകുന്നില്ലെന്നോ? ഞാൻ പറഞ്ഞില്ലേ, രാജാറാം സാർ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ എന്നെ കാരണം രവി സാറിന്റെ ജീവൻ അപകടത്തിലാവും കൃഷ്ണ. ഞാൻ കാരണം സാറിന് ഒരു ആപത്ത് സംഭവിക്കാൻ പാടില്ല. എനിക്കത് സഹിക്കാൻ പറ്റില്ല കൃഷ്ണ, സഹിക്കാൻ പറ്റില്ല. ശ്രീ നിക്ക്. നീ ഇതെവിടെ പോന്നേ? ശ്രീ, നമസ്കാരം. ഈശ്വരിയമ്മ ഇവിടെയൊക്കെ വരാറുണ്ടോ? ഞാൻ എല്ലായിടത്തും ഉണ്ടാകും മകളെ, അതാണ് എന്റെ നിയോഗം തന്നെ. അല്ല, സന്തോഷത്തോടെ വന്നിട്ട് ഫലം കാണാതെ
മനസ്സ് വേദനിച്ചാണല്ലോ ഈ മടക്കയാത്ര. അതെ ഈശ്വരിയമ്മേ, ഒരു പെൺകുട്ടിയെ കാണാൻ വന്നതാ. പക്ഷേ ആ കുട്ടിയുടെ വീട്ടിലെത്താൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് മടങ്ങേണ്ടി വന്നു. സാരമില്ല, ആ പെൺകുട്ടിയെ കാണാൻ പറ്റാത്തത് താൽക്കാലികമാണ്. താമസിയാതെ ആ പെൺകുട്ടി നിങ്ങളുടെ മനസ്സിൽ എന്നേക്കുമായി സ്ഥാനമുറപ്പിക്കും. ആ ദിവസത്തിനു വേണ്ടി കാത്തിരുന്നാൽ മതി. അതിനുവേണ്ടി ദേവിയോട് നന്നായി പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥനകൾ ഫലമുണ്ടാക്കും. സംഭവിക്കേണ്ടത് നല്ലതാകുമ്പോൾ സംഭവിക്കേണ്ട സമയത്ത് സംഭവിച്ചേ പറ്റൂ. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. അമ്മേ ദേവി. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ. നീ എന്താ ശ്രീ പറയുന്നേ? ഈ ജോലി മതിയെന്നോ? നീ നേരിട്ട് കേട്ടതല്ലേ രാജാറാം സാറ് പറഞ്ഞത്? ഒരാൾ ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ തടസ്സം നിൽക്കുമ്പോ ഞാൻ എങ്ങനെ ഓഫീസിൽ പോകും കൃഷ്ണേ? അവിടെ വെച്ച് ഞങ്ങള് മുഖാമുഖം കാണേണ്ടവരല്ലേ? എന്നുവെച്ച് ശ്രീ, നീ ഓഫീസിൽ പോകാതിരുന്ന ശരിയാവില്ല. എല്ലാവരുടെയും മോഹ വർമ്മ ഗ്രൂപ്പില് ഒരു ജോലി കിട്ടാൻ. ആ ജോലി റിസൈൻ ചെയ്യാൻ നിന്നെ ഞങ്ങൾ സമ്മതിക്കില്ല. അതെ, ദീപു പറഞ്ഞതാ ശരി. നോക്കു ശ്രീ, ഒന്ന് നീ മറക്കരുത്. എന്ത് ഭൂലോക പ്രശ്നമുണ്ടെങ്കിലും രവി സാറിനോട് നേരിട്ട് പറയണമെന്ന് സാറ് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീ സാറിനോട് സംസാരിക്കാതെ ജോലിക്ക് പോവാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല. ഇതൊരു ഒളിച്ചോട്ടമാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ പിന്മാറി മാളത്തിലേക്ക് ഒളിക്കുന്നത് വെറും ഭീരുത്വമാണെന്നേ ഞാൻ പറയൂ. ഇവിടൊന്നും പരിചയമുള്ള ആരെയും കാണുന്നില്ലല്ലോ. ആര് വന്നാലും ഇല്ലെങ്കിലും ആ സാൻഡ്ര മാഡം മാത്രം മുന്നിൽ വന്ന് ചാടാതിരുന്നാ മതിയായിരുന്നു. നേരെ അങ്ങ് സാറിന്റെ ക്യാബിനിലേക്ക് പോവാനും തോന്നുന്നില്ല. ഞാൻ അയച്ച മെസ്സേജസ് രവി സാറ് നോക്കാത്ത എന്താണോ എന്തോ. ഫോൺ വിളിക്കാന്ന് വെച്ചാ രാജാറാം സാർ അറിഞ്ഞത് വിഷയാവുകയും ചെയ്യും. ഏതായാലും ഇതുവരെ പരിചയമുള്ള ആരെയും കണ്ടില്ല. വന്നതുപോലെ അങ്ങ് തിരിച്ചു പോയാലോ? രാജാറാം സാർ പറയുന്നതൊന്നും കേട്ട് നീ ടെൻഷൻ അടിക്കണ്ട. നീ എന്ത് തീരുമാനിച്ചാലും ആദ്യം രവിവർമ്മൻ സാറിനെ കണ്ട് സംസാരിക്കണം. എന്തുണ്ടെങ്കിലും സാറിനോട് പറയണം. നീ ധൈര്യമായി പോയി സാറിനോട് സംസാരിക്കേ പ്ലീസ്. തിരികെ പോകാൻ പാടില്ല. വന്ന കാര്യം നടത്തിയിട്ട് മതി മടക്കം. ശ്രീലക്ഷ്മി മാഡം, എക്സാം കഴിഞ്ഞായിരുന്നോ? ആ നജീബിക്ക, എക്സാം ഒക്കെ കഴിഞ്ഞു. പക്ഷെ ഓഫീസിൽ വരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ. നജീബിക്കയ്ക്ക് ഈ കത്തൊന്ന് രവിവർമ്മൻ സാറിന് കൊടുക്കാൻ പറ്റോ? അയ്യോ, അത് മാഡം, സാറ് ക്യാബിനിലുണ്ടല്ലോ, ഒന്ന് കേറി കണ്ട് നേരിട്ട് കൊടുത്താ പോരെ? ഇല്ല നജീബിക്ക, അച്ഛനും അമ്മയും താഴെ ഓട്ടോയിൽ വെയിറ്റ് ചെയ്യാ. അത്യാവശ്യം ഒരു യാത്ര. ഒന്ന് കൊടുത്തേക്കുവോ സാറിന് പ്ലീസ്? ശരി മാഡം. ഇന്ന് വൈകുന്നേരം 4:30 മണിക്ക് ബീച്ച് റോഡിലുള്ള വിന്റർ ഗാർഡൻസിലേക്ക് വരണം. ഞാൻ കാത്തിരിക്കും. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത്യാവശ്യമാണ്. ദയവ് ചെയ്ത് വരാതിരിക്കരുത്. ശ്രീലക്ഷ്മി. ഓ മൈ ഗോഡ്, ഞാൻ അവളോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോ അവള് തന്നെ എന്നെ കാണാൻ ക്ഷണിച്ചിരിക്കുന്നു. ഇതാണ് എല്ലാം തുറന്നു പറയാൻ പറ്റിയ അവസരം. അവൻ കട്ടിയാണല്ലോ. ഇത് നേരെ പോകുന്ന ലക്ഷണമില്ല. ശ്രീലക്ഷ്മി. സാർ. നന്ദൻ, നീ എന്താ ഇവിടെ? അത് കൊള്ളാം.
താനല്ലേ എന്നോട് ഇവിടെ വരാൻ പറഞ്ഞേ? മൈ ഗോഡ്, ഞാനോ? അതെ, താനല്ലേ എനിക്ക് ലെറ്റർ തന്നെ ഇവിടെ വന്ന് കാണാൻ പറ്റുമെന്ന്. ലെറ്റർ? അത് പിന്നെ സത്യത്തിൽ ഞാൻ തന്നെ കണ്ട് സോറി പറയാനിരിക്കായിരുന്നു. പക്ഷേ താൻ തന്നെ ഇന്ന് കാണണമെന്ന് പറഞ്ഞ് കത്ത് തന്നത് നന്നായി. അതാ ഞാൻ വന്നത്. നന്ദൻ എന്തായി പറയുന്നേ? ഇത് തമാശ പറയാനുള്ള സമയമല്ല. അല്ല ശ്രീലക്ഷ്മി, ഞാൻ പറഞ്ഞത് തമാശയല്ല. ഇൻഫാക്ട് എന്റെ ജീവിതം വലിയൊരു കഥയാണെന്ന് പറയാം. തന്നെ കണ്ടതിന് ശേഷം ഐ ഫെൽറ്റ് റിയലി ഹാപ്പി. എനിക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ല. ഐ ഹാവ് നോ വൺ. ആക്ച്വലി ഞാനിവിടെ വന്നതിന്റെ ലക്ഷ്യം വേറെയാണ്. പക്ഷേ തന്നെ പരിചയപ്പെട്ടപ്പോ എനിക്ക് കിട്ടിയത് നല്ലൊരു സുഹൃത്തിനെയാണ്. അതിലൂടെ എന്റെ ലക്ഷ്യം തെറ്റാണെന്ന തിരിച്ചറിവ് എനിക്കുണ്ടായി. സത്യം പറഞ്ഞാൽ തന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ തന്നെ പോലെ നല്ലൊരു കുട്ടിക്ക് ഞാൻ ഒരിക്കലും ചേരില്ല ശ്രീലക്ഷ്മി. സോ ഐ എം സോറി ശ്രീലക്ഷ്മി. ഞാൻ ഇവിടെ വിട്ട് പോവാ. ദർ ഇസ് നോ കമ്മിങ് ബാക്ക് നൗ. സോറി നന്ദൻ, നീ ഈ പറയുന്നൊന്നും എനിക്ക് നേരെ മനസ്സിലാവുന്നില്ല. നീ എവിടെ പോന്നു? എന്തിന്? എന്താ ഇവിടെ ഇപ്പൊ നിന്റെ പ്രശ്നം? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ തനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുകയില്ല. കാരണം ഞാനൊരു ഇടനിലക്കാരൻ മാത്രമാണ്. ഹലോ നന്ദൻ, ടെൽ മീ, വേർ ആർ യു? പെട്ടെന്ന് എന്താ ഓഫീസിൽ നിന്ന് പോയത്? എന്തുപറ്റി? സോറി മാഡം, ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഇറങ്ങേണ്ടി വന്നു. ഇപ്പോ അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ മാഡത്തിന് ഫോൺ ചെയ്തത്. ഏയ് കം ഓൺ, യു സൗണ്ട് സോ സീരിയസ്. എന്താ ഇത്ര ഇമ്പോർട്ടന്റ് ആയ കാര്യം? വാട്ട്സ് ഹാപ്പനിങ്? മാഡം, അത് ഞാൻ നമ്മുടെ കമ്പനി വിട്ട് പോവാണ്. ഞാൻ അവിടുത്തെ ജോലി റിസൈൻ ചെയ്തു. വാട്ട്? നന്ദൻ എന്താ ഈ പറയുന്നേ? ജോലി റിസൈൻ ചെയ്യുന്നോ? But why? What's the reason? അത് പിന്നെ രാജാറാം സർ. നോ, ജെയിംസ് ബോണ്ട്. നീ എപ്പോഴും പറയാറില്ലേ, നിന്റെ പ്രിയപ്പെട്ട ജെയിംസ് ബോണ്ട്. അതാണ് ഞാൻ. അപ്പൊ എങ്ങനെയാ, നമ്മൾ പോവുകയല്ലേ? എന്താടാ നാവിറങ്ങിപ്പോയോ? നീ വാ, ടോം ആൻഡ് ജെറിയുടെ പുതിയ എപ്പിസോഡ് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നീ കമ്പനിയിൽ കാലുകുത്തിയ ദ വെരി ഫസ്റ്റ് ഡേ, ദ വെരി ഫസ്റ്റ് മൂമെന്റ് എനിക്ക് മനസ്സിലായി നീ ഒരു പക്ക ഫ്രോഡാണെന്ന്. എടുത്ത് കേട്ടടാ വണ്ടിയില്. ഹലോ, ആരെങ്കിലും സഹായിക്കണേ? ആരെങ്കിലും ഒന്ന് സഹായിക്കുമോ? ഒന്ന് റോഡ് കടക്കാൻ സഹായിക്കാവോ? ഹലോ ഹലോ, ആരെങ്കിലും ഒന്ന് സഹായിക്കാവോ പ്ലീസ്? ഹലോ. വരൂ. സർ. താങ്ക്സ്. താങ്ക് യു. സർ, സാറിന് എവിടെയാ പോവേണ്ടത്?
ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് അറിയാവോ? വരൂ സർ, ഞാൻ കൊണ്ടുവിടാം. ആ. ഭാവിയിൽ നീ ആരോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവന്റെ ചരിത്രം അന്വേഷിക്കും. നിന്റെ വിശ്വാസം നിന്നെ ചതിക്കും. അങ്ങനെയാണ് ഞാൻ എന്റെ ടാലന്റ് ഉപയോഗിച്ച് വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ ജോയിൻ ചെയ്തത്. എനിക്ക് എന്റെ ജീവിത ലക്ഷ്യം നേടണമായിരുന്നു. വിദേശത്ത് പോയി ഹയർ സ്റ്റഡീസ് നടത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഡേറ്റാസ് ചോർത്തി കൊടുത്താൽ എന്നെ വിദേശത്തേക്ക് പറഞ്ഞയക്കാമെന്ന് GD വാക്ക് തന്നു. നിയമക്കുരുക്കിൽ കിടക്കുന്ന എന്റെ ഗ്രാൻഡ് പേരന്റ്സിന്റെ പ്രോപ്പർട്ടിയും തിരിച്ചു പിടിച്ചു തരാമെന്ന് പറഞ്ഞു. കൊള്ളാം. എന്നിട്ടും നീ പിന്നെ എന്തുകൊണ്ടാ GDയെ സഹായിക്കാത്തത്? GDയെ സഹായിക്കാൻ ഇവൻ തെരഞ്ഞെടുത്ത വഴി ഇവൻ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ശ്രീലക്ഷ്മി എന്ന വഴി. റൈറ്റ്? എന്ത് പറ്റി മാഡം? വളരെ ഡള്ളായിരിക്കുന്നല്ലോ. എന്താ, സുഖമില്ലേ? എപ്പോഴും സന്തോഷമായിട്ടിരിക്കും മാഡം. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അതിന് ധൈര്യത്തോടെ നേരിടണ്ടേ? എന്നിട്ടും ഒരു മുഖപ്രസാദമില്ലല്ലോ മാഡത്തിന്. എന്തു പറ്റി മാഡം? ആരെങ്കിലും മാഡത്തിന് ഉപദ്രവിച്ചോ? എന്തുണ്ടെങ്കിലും പറയൂ മാഡം, എന്നെ ഒരു സുഹൃത്തായിട്ട് കരുതാം. ഞാൻ അല്പം മുമ്പ് ഒരു ബ്ലൈൻഡായ മനുഷ്യനെ കണ്ടു. നിങ്ങളെപ്പോലെ തന്നെ താടിയും മീശയൊക്കെ നരച്ചൊരു മനുഷ്യൻ. അയാൾ ആദ്യം എന്തൊക്കെയോ പറഞ്ഞു. പിന്നീട് അയാളെ കണ്ട ശേഷം എന്റെ ബാഗിൽ നിന്ന് എനിക്കൊരു കുറിപ്പും കിട്ടി. ഇതെല്ലാം കൂടി ആലോചിക്കുമ്പോ എന്തോ എന്റെ മനസ്സിന് വല്ലാത്തൊരു ഭാരം തോന്നുന്നു. ഇപ്പൊ എനിക്ക് കാര്യം പിടികിട്ടി മാഡം. മാഡത്തിന്റെ മനസ്സ് വളരെ സോഫ്റ്റ് ആണ്, അതാണ് കാരണം. മാഡം, ഇനിയൊരു സത്യം പറയട്ടെ. ചെറുപ്പക്കാർക്ക് എപ്പോഴും അനുഭവം കുറവായിരിക്കും. എനിക്ക് മാഡത്തിനേക്കാൾ ഒരുപാട് പ്രായമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്ന് മനസ്സിൽ വെച്ചോളൂ. ആ അന്തം പറഞ്ഞത് എന്താണെങ്കിലും അത് മാഡത്തിന് വിശ്വസിക്കാം. കാരണം ഈ അന്ധന്മാർക്ക് പുറംകാഴ്ചയില്ലെങ്കിലും അപാരമായ ഉൾക്കാഴ്ചയാണ്. അതുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും അത് സത്യമായിരിക്കും. അല്ല, ആ അന്ധം മാഡത്തിനോട് എന്താ പറഞ്ഞേ? അത് പറഞ്ഞില്ലല്ലോ. എന്താടാ മുഖത്ത് കണ്ണില്ല നിനക്ക്? കണ്ണില്ലാത്തത് നിനക്കാ. നേരെ വളയം പിടിക്കാൻ പഠിക്ക്. ഇടതുവശം കൂടെ വേണം വണ്ടി ഓടിക്കാൻ. പോട്ടെ, നമുക്ക് വണ്ടി എടുക്കാം. വലതുവശത്തോട് വണ്ടി ഓടിച്ച് താൻ എന്ത് ചെയ്യും? ചെയ്യാനൊന്നുമില്ല, നെഞ്ചി കൂടെ കയറ്റി ഇറക്കും, അത്ര തന്നെ. എന്നാ കയറ്റി ഇറക്കാൻ വേണം. ഷട്ട് ചെയ്ത് കൈയിട്. എടുത്തില്ലെങ്കിൽ അങ്ങോട്ട്. നിനക്ക് എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഞാൻ നേരിട്ട് കോളനിയിൽ സുദർശനം വീട്ടിൽ ശ്രീലക്ഷ്മി തന്നെയല്ലേ? മാറ്റമൊന്നുമില്ലല്ലോ. അത് നീ എന്നോടാണോ ചോദിക്കുന്നത്? നിനക്കിത് എന്തു പറ്റി? നേരെ സന്ധ്യ ആകാറായപ്പോഴിനി കള്ളു കുടിച്ച സ്വബോധം ഇല്ലാത്തതുപോലെയാണ് ഇരിക്കുന്നത്. സോറി, എനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല. ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. ചുറ്റും എന്തൊക്കെയോ നടക്കുന്നു. ആര് പറയുന്ന ശരി, ആര് പറയുന്ന തെറ്റ്, ഒന്നും അറിയാൻ പറ്റുന്നില്ല. നീ പറഞ്ഞതുപോലെ ഞാനൊരു തരം സ്വബോധമില്ലാത്ത അവസ്ഥയില. എന്റെ ദൈവമേ, നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല.
ഇങ്ങനെയാണെങ്കിൽ നീ ഡിപ്രഷനിലേക്ക് വീണു പോകുന്ന എന്റെ സംശയം. കൃഷ്ണേ, ദാ വരുന്നു. ഗ്രേറ്റ് ന്യൂസ്. അതെ, അവൻ മൂർഖനാ, മൂർഖൻ പാമ്പ്. നന്നായി സൂക്ഷിക്കണം. യാതൊരു കാരണവശാലും അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഞാൻ ഉടനെ എത്തും. ഓക്കെ സാർ. എന്താ ന്യൂസ്? ദ മോസ്റ്റ് അവൈറ്റഡ് ന്യൂസ്. നമ്മുടെ കുട്ടികൾ നേരിട്ട് ജിഡിയെ പിടികൂടി. അവൻ പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ കൗശലപൂർവമായൊരു അറ്റാക്ക്. പെട്ടെന്ന് അവൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അവൻ നമ്മുടെ ശ്രീലക്ഷ്മി മേഡത്തിനെ ഇന്ന് കൈകാര്യം ചെയ്തേനെ. കൊന്നു നിന്നോട് പ്രതികാരം ചെയ്യാൻ. യെസ്, അവൻ മേഡത്തിനെ ഏതോ കൗശലം പറഞ്ഞ ആ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു. പണ്ട് പരീക്ഷയ്ക്ക് കോളേജിൽ കൊണ്ടുവന്നില്ലേ, അതേ ടാക്ടിക്സ്. ഭാഗ്യത്തിന് വഴിയിൽ വെച്ച് തന്നെ നമ്മുടെ പിള്ളേര് തടഞ്ഞു. രവി, നീ വീട്ടിലേക്ക് പൊയ്ക്കോ, ഞാൻ നിന്നെ വിളിക്കാം. രാജാ, എവിടേക്ക് അവനെ കൊണ്ടുപോയത്? നമ്മുടെ കിഴക്കമ്പലം ഗോഡൌണിൽ.